ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പൂള വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങൾ പാലക്കാട് ജില്ലയിലാട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ പൂള എന്നാണ് പറയുക. പിന്നെ എൻ്റെ വാപ്പാൻ്റെ നാട്ടിലെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. പിന്നെ ചില നാട്ടുകളിൽ കപ്പ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കൊള്ളിക്കിഴങ്ങ് അവിടെ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതേമാതിരി ഒരു ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയൊരു ഇതിലാണ് കേട്ടോ ചോപ്പ് ചെയ്യുന്നത്. ഭയങ്കര ചെറിയ സ്ലൈസ് ആയിട്ടുള്ള ആ ഒരു ചോപ്പിൻ്റെ അതിലാണ് നമ്മൾ ചോപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്താ ഈ ഒരു കൊള്ളിക്കിഴങ്ങിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കൊള്ളിക്കിഴങ്ങ് ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ വെള്ളമാണ് കേട്ടോ. അത് ആ കൊള്ളിക്കിഴങ്ങിൽ ആദ്യമേ ഉള്ളൊരു വെള്ളമാണ്. ഇനി നമ്മൾ നല്ലൊരു വെള്ളത്തിലേക്ക് ഇത് മൊത്തത്തിലിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ കൊള്ളിക്കിഴങ്ങ് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. ചോപ്പ് ചെയ്ത കൊള്ളിക്കിഴങ്ങ് പിന്നെ നമ്മൾ ഈ മാറ്റി സെപ്പറേറ്റ് എടുത്ത കൊള്ളിക്കിഴങ്ങിൽ മാക്സിമം ഇനിയും വെള്ളം ഉണ്ടാവും. അപ്പോൾ അതും കൂടി മൊത്തത്തിൽ നമ്മൾ ഊറ്റി കളയണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് നമ്മളിങ്ങനെ അമർത്തി കൊടുത്താൽ അകത്ത വെള്ളം ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ തീരെ വെള്ളമില്ല കേട്ടോ. ഈ കൊള്ളിക്കിഴങ്ങിൽ തീരെ വെള്ളമില്ല. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും അതേമാതിരി അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം ഒരു പുട്ടിൻ്റെയൊക്കെ ആ ഒരു മിക്സ്ചറിൽ വന്നിട്ടുണ്ട്. കൊള്ളിക്കിഴങ്ങിൻ്റെ ഈ ഒരു പുട്ടിൻ്റെ മിക്സ്ചർ ഇതാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം നമ്മളിങ്ങനെ കൈ കൊണ്ട് അതിനിങ്ങനെ ഉടച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സാധാ കിട്ടുന്ന മാതിരി പുട്ടുണ്ടാക്കുമ്പോൾ കിട്ടുന്ന മാതിരി അങ്ങനെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ അതേമാതിരി പുട്ടുപൊടി പിന്നെയും തേങ്ങ പുട്ടുപൊടി അങ്ങനെ ഇട്ടിട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഇതേമാതിരി കിട്ടുട്ടോ. അങ്ങനെ ഞങ്ങൾ 3 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതിന് ബീഫ് വറുത്തത് അല്ലെങ്കിൽ ബീഫ് പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിക്കട്ടോ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പഞ്ചസാര കൂട്ടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാനിങ്ങനെ കൊള്ളിപ്പുട്ട് അങ്ങനെ കിഴങ്ങ് പുട്ടൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ കഴിക്കുന്ന പുട്ടിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് 3ാമത്തെ കുറ്റി പുട്ടിൻ്റേതാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ശരിക്കും ഒരു പുട്ടിൻ്റെ രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനും. അതിൻ്റെ ടേസ്റ്റും കൊള്ളിക്കിഴങ്ങിൻ്റെ ആണെങ്കിലും ഇടയ്ക്ക് പുട്ടിൻ്റെയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ബൈ.